ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിറ്റാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ അത് വ്യൂ ഫ്രം ചവിട്ടുനാടകം സ്റ്റാമ്പിംഗ് ഗ്രൗണ്ട്സ് എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ തന്നെ കാണാമല്ലോ എന്തിനെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ളത്. ചവിട്ടുനാടകത്തിനെ കുറിച്ചാണ്. നമ്മൾ ചവിട്ടുനാടകമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ റിലീജിയസ് ആയിട്ട് ചിലർ അങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചില സ്ഥലം നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ചവിട്ടുനാടകം ഒരു ഭാഗമാണല്ലോ, ഒരു കാറ്റഗറി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കെങ്കിലും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് ചവിട്ടുനാടകത്തിൻ്റെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ വരെ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് അതിനെ കുറിച്ച് വീഡിയോസൊക്കെ ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കി കണ്ടുവയ്ക്കാറ്. ഇതാണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. സരസ്വതി നാഗരാജനാണ് ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ സരസ്വതി നാഗരാജനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ സീനിയർ അസിസ്റ്റൻ്റ് എഡിറ്റർ ആയിരുന്നത് ഹിന്ദു എന്നുള്ള പത്രത്തിൽ സീനിയർ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് ഉള്ള ആളാണ്. അതേപോലെ തന്നെ അവർ ഒരു ഫോമർ മെമ്പർ ഓഫ് ജനറൽ കൗൺസിൽ ഓഫ് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാഡമിയുടെ ജനറൽ കൗൺസിലിലെ ഒരു മുന്നത്തെ മെമ്പറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ മെമ്പർ ഓഫ് കേരള പ്രസ് അക്കാഡമിയിലത്തെ മെമ്പറുമാണ്. അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് സരസ്വതി നാഗരാജൻ. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ദ വ്യൂ ഫ്രം ചവിട്ടുനാടകം സ്റ്റാമ്പിംഗ് ഗ്രൗണ്ട്സ് ഇസ് ആൻ ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഇൻ ഹിന്ദു ഓൺ 6th October 2021. 6th ഒക്ടോബറിൽ ദ ഹിന്ദു പത്രത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ദ വ്യൂ ഫ്രം ചവിട്ടുനാടകം സ്റ്റാമ്പിംഗ് ഗ്രൗണ്ട്സ് എന്നുള്ളത്. അപ്പം ഇതിൽ മെയിനായിട്ടും കേരളത്തിൽ ഉള്ള ഈ ചവിട്ടുനാടകത്തിൻ്റെ ഹിസ്റ്ററി, ഒറിജിൻ, അതിനെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പ്രതിപാദിക്കാനായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഇല്യൂഷൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി, ചവിട്ടുനാടകത്തിനെ കുറിച്ച് തന്നെയുള്ള ഡോക്യുമെൻ്ററി ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഡ്രോപ്പിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഇത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. The Fragments of Illusion, an award-winning documentary on ചവിട്ടുനാടകം, captures the cross-cultural origins of the art form and its repertoire. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഇതൊരു ക്രോസ് കൾച്ചറലാണല്ലോ. അപ്പോൾ ഒന്നിലധികം കൾച്ചറുകളുടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ചവിട്ടുനാടകം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് ആസ്പെക്റ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്ന അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഡോക്യുമെൻ്ററിയാണ് അത് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഇല്യൂഷൻ എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എന്താ പറയുക ഡോക്യുമെൻ്ററിനെ കുറിച്ച് ജസ്റ്റ് ഒരു 1 ലൈൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ അങ്ങോട്ടാണ് നമ്മുടെ ഒറിജിനൽ ചാപ്റ്റർ വരുന്നത്. ആസ് ഷാഡോസ് ലെങ്തൻ ഓൺ ഗോതുരുത്ത് ഐലൻഡ്, എ വില്ലേജ് 40 kilometers from Kochi, where a feet quicken. Under harsh fluorescent lights, men and women transform into Emperor Charlemagne, the first Holy Roman Emperor, Oliver, Roland, Bethesda, knights, warriors and Turks, all characters from medieval Europe, the mainstay of ചവിട്ടുനാടകം, an indigenous form of theatre popular among the coastal people of Kerala. അപ്പോൾ ആ ഒരു എന്താ പറയുക സമയത്ത് അല്ലെങ്കിൽ ചവിട്ടുനാടകമൊക്കെ മെയിനായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രദേശങ്ങളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കാറുള്ളത്? മെയിനായിട്ട് വരുന്ന കഥാപാത്രങ്ങളാണ് കേട്ടോ പറയുന്നത്. ചവിട്ടുനാടകത്തിൽ വരുന്ന കഥകളുടെയൊക്കെ മെയിനായിട്ട് വരുന്ന കഥാപാത്രങ്ങളാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് പറയുന്നത് എംപറർ ഷാലോമെയിൻ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ ഹോളി റോമൻ എംപററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ ഒരുപാട് യുദ്ധങ്ങൾ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ മെയിനായിട്ടൊരു പ്രതിവാദി വിഷയമായിട്ട് തന്നെ ചവിട്ടുനാടകത്തിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ മറ്റ് കഥാപാത്രങ്ങൾ, ഭരണാധികാരികളെ കുറിച്ചൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ഒലിവർ, റൊളാൻ, ബെത്തസ്ഡ, നൈറ്റ്സ്, വാരിയേഴ്സ് ആൻഡ് ടോക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വിഭാഗങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചാണ് മെയിനായിട്ടും ചവിട്ടുനാടകം ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇവരൊക്കെയും ക്യാരക്ടേഴ്സ് ഫ്രം മിഡീവൽ യൂറോപ്പാണ്. മിഡീവൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരൊക്കെയാണ് ചവിട്ടുനാടകത്തിൻ്റെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് മാറാറുള്ളത്. അപ്പോൾ ഇതധികവും തീരദേശ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ ഇടയിലാണ് ചവിട്ടുനാടകം മെയിനായിട്ടും എന്താ പറയുക സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രം നോർത്ത് കൊല്ലം ടു തൃശ്ശൂർ, മേക്ക് ഷിഫ്റ്റ് സ്റ്റേജസ് കം അലൈവ് വിത്ത് ചവിട്ടുനാടകം. അപ്പോൾ ഈ ഒരു താൽക്കാലികമായിട്ട് പല പല സ്റ്റേജുകളായിട്ട് എന്താ നോർത്ത് കൊല്ലം മുതൽ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ഇത് കാണാറുണ്ട്. ആൻഡ് എനാക്റ്റഡ് മെയിൻലി ബൈ ലാറ്റിൻ കത്തോലിക് റെസിഡൻസ് ടേൺഡ് ആക്ടേഴ്സ്. ഇത് മെയിനായിട്ടും എനാക്ട് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ലാറ്റിൻ കത്തോലിക്കുകളാണ്. അവർ പിന്നീട് ആക്ടേഴ്സായിട്ട് മാറി, ഒരു ചവിട്ടുനാടകത്തിൻ്റെ ആക്ടേഴ്സായിട്ട് മാറുകയും അങ്ങനെ അവരാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഇത് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലാഡ് ഇൻ ഷൈനി കോസ്റ്റ്യൂംസ് ആൻഡ് ഷൂസ്, ദേ സ്പീക്ക് ഇൻ എ മിക്സ്ചർ ഓഫ് തമിഴ് ആൻഡ് മലയാളം ആൻഡ് സിംഗ് സോങ്സ് അബൌട്ട് ബാറ്റിൽസ് ഫൗട്ട് ഇൻ far away lands to protect the early Christians. അപ്പോൾ ആ കോസ്റ്റ്യൂം തന്നെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ, വളരെ ഷൈനി ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ, കിരീടങ്ങൾ അതൊക്കെ ധരിച്ചുകൊണ്ടാണ് നമ്മുടെ ചവിട്ടുനാടകം ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കോസ്റ്റ്യൂമുകൾ അതിൽ കൂടെയൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് തമിഴും മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഭാഷകളാണ്. അതിലെന്താണ് പാട്ട് രൂപത്തിലാണ് കാര്യങ്ങൾ പറയാറുള്ളത്. സിംഗ് സോങ്സ് അബൌട്ട് ബാറ്റിൽസ് ഫൗട്ട് ഇൻ ഫാർ അവേ ലാൻഡ്സ് ടു പ്രൊട്ടക്ട് ദി ഏർലി ക്രിസ്ത്യൻസ്. മുന്നത്തെ പണ്ട് കാലത്ത് ഒരുപാട് ദൂരെയുള്ള ഏതെങ്കിലുമൊക്കെ നാടുകളിൽ നടന്നിട്ടുള്ള ക്രിസ്ത്യൻസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള യുദ്ധങ്ങളൊക്കെയാണ് അതിൻ്റെ പ്രതിപാദ്യ വിഷയമായിട്ട് അല്ലെങ്കിൽ കഥയായിട്ട് മാറാറുള്ളത്.
Charmed by a play he happened to watch, J. Bibin Joseph, an engineer turned film director from Thiruvananthapuram, made The Fragments of Illusion, a documentary Chautanadagam, which won the Kerala State Television Award for the Best Director in the Non-Fiction category. Non-Fiction category Best Award നേടിക്കൊടുത്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ആ ഒരു ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഇല്യൂഷൻ്റെ ഒരു ഇതായിട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ബാക്ക്ഡ്രോപ്പ് ആയിട്ടാണ് ഈ ഒരു എന്താ പറയുക ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജെ ബിബിൻ ജോസഫ്, അപ്പോൾ അദ്ദേഹം ഇതുപോലെ ചവിട്ടുനാടകം കാണാനിടയാവുകയും അങ്ങനെ അതിനുശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്ന ഈ ഒരു ഡോക്യുമെൻ്ററിയൊക്കെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നീട് അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് പ്രാക്ടീഷണേഴ്സ് ആർ ഫിഷർമെൻ, വീവേഴ്സ്, ബോട്ട്മെൻ, മെയ്സൺസ് ആൻഡ് സോ ഓൺ. അദ്ദേഹം പറയുന്നത് മെയിനായിട്ടും പ്രാക്ടീസ് ചെയ്യാറുള്ളത് ഫിഷർമാനും അതേപോലെ തന്നെ നെയ്ത്തുകാർ, ബോട്ട്മെൻ, അതേപോലെ തന്നെ എന്താ പറയുക കൽപ്പണിക്കാർ, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇത് മെയിനായിട്ടും പ്രാക്ടീസ് ചെയ്യാറുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ ലെഗസി ദാറ്റ് ഹാസ് ബീൻ പ്രിസർവ്ഡ് ബൈ ദം ഇൻ ദ ഫേസ് ഓഫ് ഗ്രേറ്റ് ഓഡ്സ് ഹി സേസ്. അപ്പോൾ അതൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും അതൊക്കെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. Without a master voiceover, the actors, singers of ചവിട്ടുനാടകം in Gothuruth talk about, ഗോത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ, Gothuruth talk about the plays and stories in documentary. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു വോയിസ് ഓവർ ഒന്നും കൊടുക്കുന്നില്ല. അതായത് ഇവർ വരുന്നത് ആക്ടേഴ്സും സിംഗേഴ്സും എല്ലാം ഒരേ ആളുകൾ തന്നെയാണ്, അവരുടെ തന്നെ സൗണ്ട് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? Gothuruth talk about the plays and stories in the documentary. ആ ഒരു പ്ലേസും അതേപോലെ തന്നെ സ്റ്റോറീസും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ആ മേഖലയിലുള്ള ആളുകൾ ചവിട്ടുനാടകവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്ലേസും സ്റ്റോറീസും കാര്യങ്ങളും എല്ലാം ഈ ഡോക്യുമെൻ്ററിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അവരതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. The familiarity with which they speak about incidents that are believed to have occurred in medieval Europe is surreal. അപ്പോൾ ഇവർ പറയുന്ന പല കഥകളും അത് പല സംഭവങ്ങളും നമുക്ക് എന്താണ് യൂറോപ്പിൽ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള, എന്നാൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെയും എന്താണ് സറിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഒന്നും കറക്റ്റായിട്ട് നമുക്ക് എവിഡൻസ് ഉള്ള കാര്യങ്ങളെല്ലാം ഡ്രീം പോലെ അല്ലെങ്കിൽ റിയൽ അല്ലാത്ത കാര്യങ്ങളാണ് ഇതിൻ്റെ കഥയായിട്ട് വരാറുള്ളത്. മാർഗം കളി, എ ഫോക്ക് ഡാൻസ് ദാറ്റ് ബെയർസ് എ സ്ട്രോങ് റിസംബ്ലൻസ് ടു തിരുവാതിരക്കളി ആൻഡ് ചവിട്ടുനാടകം ആർ ദ ടു പോപ്പുലർ പെർഫോമിംഗ് ആർട്ട് ഫോംസ് യൂണിക് ടു ക്രിസ്ത്യൻസ് ഇൻ കേരള. അപ്പോൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് മെയിനായിട്ട് വരുന്ന രണ്ട് കലാരൂപങ്ങളെന്ന് പറയുന്നത് മാർഗം കളിയും ചവിട്ടുനാടകം. മാർഗം കളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തിരുവാതിരക്കളി പോലെയാണല്ലോ, അതിൻ്റെ ആ ഒരു വട്ടത്തിൽ നിൽക്കുന്നതും ആ സ്റ്റെപ്പുകളൊക്കെ കുറച്ച് സിമിലാരിറ്റി ഉള്ളത് എന്തുമായിട്ടാണ്, തിരുവാതിരക്കളിയായിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന മാർഗം കളിയും ചവിട്ടുനാടകമാണ് കേരള ക്രിസ്ത്യൻസിൻ്റെ മെയിനായിട്ടുള്ള കലാരൂപങ്ങൾ. ചവിട്ടുനാടകം ഈസ് ആങ്കേർഡ് ഇൻ ക്രിസ്ത്യൻ മിത്തോളജി ആൻഡ് ദ ക്രൂസേഡ്സ്. Since it is cross-cultural in origin, actors wear footwear, a feature unique to ചവിട്ടുനാടകം. Other indigenous art forms in Kerala shun footwear during a performance, says Arun Surendran, producer of the documentary. അപ്പോൾ ഡോക്യുമെൻ്ററിയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അരുണാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്, ഈ ഒരു സെക്ഷനിലെ കോട്ട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രോസ് കൾച്ചറലായിട്ടുള്ള പല കൾച്ചറുകളുടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു എന്താ പറയുക കലാരൂപമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത മറ്റുള്ള കേരളത്തിലെ കലാരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെരുപ്പ് ധരിച്ചുകൊണ്ടാണ് പ്ലേ ചെയ്യുന്നത്. ഷൂസ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അതിൻ്റേതായ രീതിയിലുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ആ ഒരു രീതിക്കുള്ള ഷൂകൾ കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാണ് ഇവരത് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലുള്ള മറ്റ് കലാരൂപങ്ങളൊന്നും ചെരുപ്പുകൾ പാദരക്ഷകൾ ധരിച്ചുകൊണ്ടല്ല സ്റ്റേജ് കയറാറൊക്കെ ചെരുപ്പ് ഊരിച്ചിട്ടാണ് കയറുക അല്ലേ. അപ്പോൾ ഇത് ഒരു മെയിനായിട്ടുള്ള ഡിഫറൻസ് ആണ്, മറ്റുള്ള കലാരൂപങ്ങളിൽ നിന്നും ചവിട്ടുനാടകത്തിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ്. ചവിട്ടുനാടകം is said to have been created by Padroado missionaries who arrived with the Portuguese in 1498 in search of gold and glory. അപ്പോൾ പണ്ട് പോർച്ചുഗീസുകാർ വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മിഷണറീസാണ് ഈ പറയുന്ന ചവിട്ടുനാടകം നമുക്കിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് അതിൻ്റെ ഒരു സംഭവം. Folklorist Geeta P. Wilson says there are versions in all the regions where the Padroado preached. അപ്പോൾ ഇതിൻ്റെ പല വേർഷൻസ് ഈ പറയുന്ന ഇത് പെഡ്രോഡോ മിഷണറീസാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവരെവിടെയൊക്കെ പോയിട്ട് പ്രീച്ച് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെയും ഈ പറയുന്ന ചവിട്ടുനാടകത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് വേർഷൻസ് കാണാനായിട്ട് സാധിക്കും. സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഫിലിപ്പീൻസ് ആൻഡ് ആഫ്രിക്ക ഹാവ് സിമിലർ പ്ലേസ്. ഇവിടെയൊക്കെയും എന്തുണ്ട്, ഇതേ സെയിം സാധനത്തിൻ്റെ പല പല വേർഷൻസ് നമുക്ക് കാണാം. സ്കോളേഴ്സ് സച്ച് ആസ് ഡച്ച് എത്നോമ്യൂസിക്കോളജിസ്റ്റ് ആൽഫ്രഡ് എബേക്ക് inferred that it was the Jesuits of the 16th century who conceptualized these plays based on early Christian legends or stories adapted from the Bible. ബൈബിളിൽ നിന്നുള്ള കഥകൾ അതേപോലെ തന്നെ പഴയ ക്രിസ്ത്യൻ ലെജൻസിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ കഥകൾ മെയിനായിട്ട് വരുന്നത്. ക്യാരക്ടേഴ്സ് ആൻഡ് നെയിംസ് മൈ ഡിഫർ. അതിലെ കഥാപാത്രങ്ങൾ മാറും, അതിൻ്റെ പേരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഏകദേശം ആ ഒരു മെയിനായിട്ട് നമുക്ക് എന്താ പറയുക യുദ്ധങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ, രണ്ട് രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധങ്ങൾ, അതിലാര് ജയിക്കുന്നു, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ട് അതിൽ വരാറുള്ളത്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾ മാറും. ഏകദേശം കോണ്ടെക്സ്റ്റുകളൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ, പക്ഷേ കഥാപാത്രങ്ങളുടെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നത് നമുക്ക് കാണാം. ദ മോസ്റ്റ് പോപ്പുലർ ഇസ് എ സ്റ്റോറി ഓഫ് ഷാൾമാൻ നോൺ ആസ് കാർൽമാൻ ചരിതം ഇൻ കേരള.
ഷാലുമെയിൻ എന്നുള്ളതിൻ്റെ തന്നെ മലയാളവൽക്കരിച്ചിട്ടുള്ള പേരാണ് കേട്ടോ, കാറൽമാൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാറൽമാൻ ചരിതം എന്നുള്ള പേരിലാണ് മെയിനായിട്ട് നമ്മുടെ നാട്ടിലുള്ള ചവിട്ടുനാടകത്തിൻ്റെ കഥകളിലെ മെയിനായിട്ടുള്ള ഒരു കഥ വരുന്നത്. സെയിം സാധനം തന്നെയാണ്, ഷാലുമെയിൻ്റെ കഥയാണ്, അതിനെ കാറൽമാൻ എന്നുള്ള പ്രൊനൗൺസിയേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. In most places, the Jesuits blended it with the local art forms and culture, she explains. അതേപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ജെസ്യൂട്ട്സിൻ്റെ ഈ ഒരു കൾച്ചറും സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ലോക്കൽ ആർട്ട് ഫോംസും കൾച്ചറുമായിട്ട് മിക്സ് ആയിട്ട് പുതിയൊരു രൂപമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കാറുള്ളത്. ചവിട്ടുനാടകം ഹാസ് എലമെൻറ്റ്സ് ഓഫ് വെസ്റ്റേൺ ഒപ്പേറ, കൂടിയാട്ടം, കഥകളി ആൻഡ് കളരിപ്പയറ്റ്. അതിൻ്റെയൊക്കെയും എലമെൻറ്റ്സ് വെസ്റ്റേൺ ഒപ്പേറയുടെ ആയിക്കോട്ടെ, കൂടിയാട്ടത്തിൻ്റെ ആയിക്കോട്ടെ, കഥകളി, കളരിപ്പയറ്റ്, അതിൻ്റെയൊക്കെയും എലമെൻറ്റ്സ് നമുക്കതിൽ കാണാം. ഇറ്റ്സ് ഡാൻസ് സെഗ്മെൻറ്റ്സ് ആർ കോൾഡ് കലാശം. അപ്പോൾ ഇതിൻ്റെ ഡാൻസ് സെഗ്മെൻറ്റ്സ്, ഡാൻസിൻ്റെ ആ ഒരു ഭാഗങ്ങളാണ് കലാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെയിം ഓഫ് പ്യുവർ ഡാൻസ് സീക്വൻസസ് ഇൻ കഥകളി. ഇൻ ദ പാസ്റ്റ് ദീസ് പ്ലേസ് വർ സ്റ്റേജ്ഡ് അറ്റ് നൈറ്റ് ഫോർ ചർച്ച് ഫെസ്റ്റിവൽസ്. മുന്നേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിനായിട്ടും ചർച്ചിൽ പെരുന്നാൾ പോലത്തെ കാര്യങ്ങൾ വരില്ല. അപ്പോൾ ആ ഒരു സമയത്ത് രാത്രികളിൽ പ്ലേ ചെയ്യുന്ന ഒരു കലാരൂപമായിരുന്നു ഈ പറയുന്ന ചവിട്ടുനാടകം. Some plays like the popular and earliest കാറൽമാൻ ചരിതം were staged over 15 nights. ചിലപ്പോൾ 10-15 രാത്രികൾ കൊണ്ടായിരിക്കും ഒരു ചവിട്ടുനാടകത്തിൻ്റെ ഫുൾ സ്റ്റോറി കംപ്ലീറ്റ് ആവുന്നത്. കാറൽമാൻ ചരിതം പോലെയുള്ള കഥകളൊക്കെ വരുമ്പോൾ 10-15 രാത്രികളോളം അത് നീണ്ടു നിൽക്കാറുണ്ട്. Gita explains that there is a great deal of ambiguity about who wrote early plays such as കാറൽമാൻ ചരിതം. അപ്പോൾ ഇതൊക്കെ കാറൽമാൻ ചരിതം പോലെയുള്ള പഴയ കഥകളൊക്കെ ആരെഴുതി എന്നതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഒന്നുമില്ല. Some believe that the first composer, director and ആശാൻ of the early ചവിട്ടുനാടകം plays are ചിന്നത്തമ്പി അണ്ണാവി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആദ്യത്തെ ആശാൻ എന്ന് പറയുന്നത്, ഡയറക്ടർ എന്ന് പറയുന്നത് ചിന്നത്തമ്പി അണ്ണാവിയാണ് എന്നൊരു ചിന്നത്തമ്പി അണ്ണാവി എന്ന് പറയുന്നത് തമിഴ് ഹൂ സെറ്റിൽഡ് ഇൻ കേരള, തമിഴ് ആയിട്ടുള്ള ആളായിരുന്നു, ആൾ കേരളത്തെ സെറ്റിൽ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹം ആണ് ഇതിൻ്റെയൊക്കെ ആ ഒരു ഫസ്റ്റ് ആൾ എന്നുള്ളതാണ് എല്ലാവരുടെയും ആ ഒരു വിശ്വാസം. ആസ് ഓഫ് നൗ ദർ ആർ നോ റിട്ടൺ ഡോക്യുമെൻറ്റ്സ് അബൌട്ട് ദ ഓതർഷിപ്പ് ഓഫ് ദി പ്ലേസ്. പക്ഷേ ഇതുവരെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഓതർഷിപ്പ് ആരുടെയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓവർ ടൈം ചവിട്ടുനാടകം ലോസ്റ്റ് ഇറ്റ്സ് പ്രൈഡ് ഓഫ് പ്ലേസ് ആൻഡ് വാസ് റെസ്ട്രിക്റ്റഡ് ടു എ ഹാൻഡ് ഫുൾ ഓഫ് ട്രൂപ്സ് ഇൻ ആലപ്പുഴ ആൻഡ് കൊച്ചി. പിന്നീട് അതിൻ്റെ ആ ഒരു എന്താ പറയുക സ്ഥാനം കുറഞ്ഞു വരികയും പിന്നെ ആലപ്പുഴ, കൊച്ചി ഭാഗങ്ങളിലെ കുറച്ച് ട്രൂപ്പുകളുടെ കയ്യിൽ മാത്രമായിട്ട് ഈ ഒരു ചവിട്ടുനാടകം ഒതുങ്ങി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ സം ഇൻസ്റ്റൻസസ് ദ ചർച്ച് ബിക്കെയിം അൺകംഫർട്ടബിൾ വിത്ത് ദ റിവൽറി അറ്റ് നൈറ്റ് വെൻ ദ പ്ലേസ് വേർ സ്റ്റേജ്ഡ്. പറഞ്ഞു ചർച്ചകളിലൊക്കെ ആയിരുന്നു അധികം ഉണ്ടായിരുന്നത് എന്നുള്ളത്, രാത്രി സമയങ്ങളിലൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. കുറേ സ്വാഭാവികമായിട്ടും ഇന്നത്തെയൊക്കെ സമയത്ത് നമുക്കിങ്ങനെ രാത്രി ലേറ്റ് നൈറ്റായിട്ട് കുറേ പ്രോഗ്രാമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യപിച്ചവരും അങ്ങനെ ഇങ്ങനെയുള്ള എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുടെയൊക്കെ ഒരു എന്താ പറയുക സാന്നിധ്യം കൊണ്ട്, അല്ലെങ്കിൽ അവരൊക്കെയും പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ ചർച്ചിലുള്ള ഇത്തരത്തിലുള്ള രാത്രി പരിപാടികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിൽ കുറച്ച് പേര് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ചവിട്ടുനാടകം ഈ ചർച്ചകളിലൊക്കെ സ്ഥിര സാന്നിധ്യമായിരുന്നൊരു കാര്യമായിരുന്ന ഒരു കാലത്തൊന്നും ഇപ്പം എന്താണ് അത് കാര്യമായിട്ട് എവിടെയും കാണാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത്. എസ്സേയിസ്റ്റ് ആൻഡ് റൈറ്റർ സെബീന റാഫീസ് authoritative work ചവിട്ടുനാടകം ഒരു ചരിത്ര പഠനം, perhaps the first book on the art form delved into the history and origin of the theatre. അപ്പോൾ ആ ഒരു വർക്ക് ചവിട്ടുനാടകം ഹിസ്റ്ററിക്കൽ സ്റ്റഡി എന്നുള്ള വാക്കിനകത്താണ് ഫസ്റ്റ് ബുക്ക് ഓഫ് ആർട്ട് ഫോം ആണ് അല്ലേ. അപ്പോൾ ആ ഒരു തരത്തിൽ അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും ഒറിജിനെക്കുറിച്ചും ആ തിയേറ്ററിൻ്റെ ഒറിജിനെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാം. Roy George, an Ashan and practitioner of ചവിട്ടുനാടകം, recalls his father and his contemporaries putting up the plays by borrowing money and working hard to find stages. അപ്പം ഇത്തരത്തിൽ റോയ് ജോർജ് ഒരു ആശാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നത്തെ ആളുകൾ, അത് എന്താ പറയുക അച്ഛനും അതിൻ്റെ മുന്നത്തെ ആളുകളൊക്കെ ഇത്തരത്തിൽ ചവിട്ടുനാടകം സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് പോകുന്ന തരത്തിൽ, അതായത് എവിടെ അവർക്ക് സ്റ്റേജ് കിട്ടുന്നില്ല, അവർക്ക് സ്ഥാനം കിട്ടാത്തൊരവസ്ഥയിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. The art form received some exposure when Mammootty played a ചവിട്ടുനാടകം ആക്ടർ ഇൻ ഷാജി ആൻഡ് കരുൺസ് ഫിലിം കുട്ടിസ്രാങ്കം. ഈ ഒരു സംഭവം കുറേ പേർക്ക് അറിയാതെയും കുറേ പേരൊക്കെ മറന്നുപോയ സിറ്റുവേഷനിലാണ് നമ്മുടെ മമ്മൂട്ടിയുടെ കുട്ടിസ്രാങ്കം എന്ന് പറയുന്ന സിനിമ 2009 റിലീസാവുന്നത്. അപ്പോൾ അതോട് കൂടിയിട്ടാണ് ആ ഒരു ചവിട്ടുനാടകം എന്ന് പറയുന്ന ഫിലിമിൻ്റെ ചവിട്ടുനാടകം എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന് വീണ്ടും ആളുകളുടെ മനസ്സിലേക്ക് ഒരു സ്ഥാനം കിട്ടിയില്ല. അപ്പോൾ ഇത് ചവിട്ടുനാടകത്തിൽ ആൾ ചെയ്തിട്ടുള്ള ഒരു റോളാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ് വീണ്ടും കുറച്ചെങ്കിലും ആ ഒരു സ്ഥാനത്തിന് നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തിന് മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ഗീത റീകോൾസ് ദ ഫസ്റ്റ് ഗീത റീകോൾസ് ഷീ ഫസ്റ്റ് സോ ദ ആർട്ട് ഫ്രം ഇൻ എ സീൻ ഫ്രം ദ ഫിലിം. അപ്പോൾ ഗീത പറയുന്നുണ്ട്, അതായത് ആദ്യമായിട്ട് ഈ ഒരു എന്താ പറയുക ഈ ഒരു ആർട്ട് ഫോം കലാരൂപം കാണുന്നത് തന്നെ ആ ഒരു സിനിമയിൽ നിന്നാണ് എന്ന് പറയുന്നത്. അപ്പോൾ മേ ബി ഒരുപാട് പേര് അങ്ങനെ ആദ്യമായിട്ട് ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഇൻ 2012 ദ ഗവൺമെൻറ് ഓഫ് കേരളാസ് ഇൻക്ലൂഷൻ ഓഫ് ചവിട്ടുനാടകം ഇൻ ദ കേരള സ്റ്റേറ്റ് സ്കൂൾസ് യൂത്ത് ഫെസ്റ്റിവൽ കെയിം ആസ് എ ഷോട്ട് ഇൻ ദ ആം ഓഫ് ട്രൂപ്സ്. അങ്ങനെ 2012
കേരള ഗവൺമെൻറ് എന്താ പറയുക യൂത്ത് ഫെസ്റ്റിവലിൽ കലോത്സവങ്ങളിലൊക്കെ ഈ പറയുന്ന ചവിട്ട് നാടകത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുശേഷം എന്താണ് കുറച്ചുകൂടെ ആ ഒരു മേഖലയിൽ മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. Since then, George Colliery has students of all ages learning the unique footwork, songs and dialogues of ചവിട്ടുനാടകം. അപ്പോൾ അതിനുശേഷമാണ് ജോർജിൻ്റെ കളരിയിൽ ഈ പറയുന്ന ചവിട്ടുനാടകം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പല ഏജിലുള്ള ആളുകൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫുട് വർക്ക് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാല് വെച്ച ചവിട്ടുനാടകം എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് ചവിട്ട് എന്നുള്ളൊരു സംഭവമല്ലേ. കാല് വെച്ചിട്ടുള്ള കാലിൻ്റെ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് അത്രയും അടിപൊളിയാണ്. നമുക്ക് അത്ഭുതം തോന്നും ഒറിജിനൽ ആ ഒരു കലാകാരന്മാർ അത് കളിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ. I learned it from my father, ജോർജ് കുട്ടി ആശാൻ, at the age of 12. അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആശാൻ പറയണം, ഞാനിത് പഠിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്, എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നാണ്. ഫ്രം മൈ ഫാദർ ജോർജ് കുട്ടി ആശാൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് 12 വയസ്സുള്ളപ്പോഴാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഐ പ്ലേഡ് ദ യങ് ഗീവർഗീസ് ഇൻ ദ പ്ലേ ഗീവർഗീസ് ചരിതം എന്നുള്ള പ്ലേയിൽ കുഞ്ഞ് ഗീവർഗീസിൻ്റെ റോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സിൻസ് ദെൻ ഐ ഹാവ് എ റെഗുലർ ഇൻ ദിസ് ഫോം ഓഫ് തിയേറ്റർ. അതിനുശേഷം ഞാനത് സ്ഥിരമായിരുന്നു. ഇൻ ദോസ് ഡേയ്സ് വി യൂസ്ഡ് ടു സിങ്, സ്പീക്ക് അവർ ഡയലോഗ്സ് ആൻഡ് പെർഫോം. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സിംഗ് ചെയ്യുകയും അവരുടെ ഡയലോഗ് സ്വയം പറയുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. നൗ വി ഹാവ് ആൻ ഓർക്കസ്ട്ര. പക്ഷേ ഇപ്പോഴൊക്കെ എന്താണ് ഓർക്കസ്ട്രയാണ് ചെയ്യുന്നത്. മുന്നേയൊക്കെ ഓൺ വോയിസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ ഒക്കെ ഓർക്കസ്ട്രയാണ്. ദർ ആർ സ്ലൈറ്റ് ഡിഫറൻസസ് ഇൻ ഫുഡ് വർക്ക് ആൻഡ് റെൻഡറിങ് ഓഫ് മ്യൂസിക് ഇൻ ദ വേ ഇറ്റ് ഇസ് പ്രാക്ടീസ്ഡ് ടുവേർഡ്സ് ദ സൗത്ത്. ഹി സേ സൗത്തിലേക്ക് എത്തുമ്പോഴേക്കും ഫുഡ് വർക്കിലും അതിൻ്റെ മ്യൂസിക്കിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് കാണാമെന്നൊക്കെ നമ്മുടെ ആശാൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഗീത, ട്രഡീഷണൽ പ്രിക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് ദ ചെണ്ട ആൻഡ് എലത്താളം യൂസ്ഡ് ടു ബി പ്ലേഡ് ഡ്യൂറിങ് റെസിറ്റൽസ് ഇൻ ദ പാസ്റ്റ്. മുന്നേക്ക് എന്ന് പറയുന്നത് എന്താ പറയുക താളവാദ്യങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചെണ്ടയും അതേപോലെ എലത്താളമൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നൗ കീബോർഡ്, തബല, റിതം കീപാഡ് ആൻഡ് എലത്താളം ആർ പ്ലേഡ്. പക്ഷേ ഇപ്പോൾ എന്താണ് കീബോർഡും തബലയൊക്കെ ആയിട്ടത് മാറിയിട്ടുണ്ട്. ദർ ഇസ് നോ ഫിക്സഡ് നമ്പർ ഫോർ ദി മ്യൂസീഷ്യൻസ് അക്കമ്പനിയിങ് എ പ്ലേ, ഇറ്റ് ക്യാൻ ഡിഫർ ഹി സേസ്. അപ്പോൾ ഇത് കറക്റ്റ് ഫിക്സഡ് നമ്പർ ഇത്ര മ്യൂസീഷ്യൻസ് വേണമെന്നൊന്നുമില്ല, അത് ആ ഒരു പ്ലേയുടെയും അതിൻ്റെ എന്താ പറയുക മ്യൂസിക്കിൻ്റെ അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതിൻ്റെ വിഗ്രസ് ആയിട്ടുള്ള ഫുഡ് വർക്കിനെ കുറിച്ച് പറയാം. വിഗ്രസ് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒരു റീല് പോലത്തെ എന്തെങ്കിലും ഷോർട്ടായിട്ടുള്ളതെങ്കിലും ഒന്ന് കാണാൻ എന്താണ് ചവിട്ടുനാടകം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫുഡ് വർക്ക് എന്ന് പറയുന്നത് അത്രയും വിഗ്രസ് ആയിട്ടുള്ള ഊർജ്ജസ്വലമായിട്ടുള്ളൊരു സംഭവമാണ്. ട്രഡീഷണലി ചവിട്ടുനാടകംസ് ഫുഡ് വർക്ക് ഇൻക്ലൂഡ്സ് 12 ഡിസ്റ്റിങ്ക്റ്റീവ് സ്റ്റെപ്സ്. മൊത്തം ചവിട്ടുനാടകത്തെ എന്താണ് 12 എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണുള്ളത്. ജോർജ് കുട്ടി ആശാൻ ക്രിയേറ്റഡ് 2 more. ജോർജ് കുട്ടി ആശാൻ 2 കൂടെ എക്സ്ട്രാ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദ ഫുഡ് വർക്ക് ഇസ് വിഗറസ് ആൻഡ് ഫിസിക്കലി ഡിമാൻഡിങ്. വളരെ എനർജറ്റിക് ആയിട്ട് വളരെ ഫിസിക്കലി നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ മേലും കൈ വേദന എടുക്കും. കാരണം ആ ഒരു കാലിൻ്റെയൊക്കെ ഒരു ഇത് എന്താ പറയുക സ്ട്രോങ് ആയിട്ട് അതിങ്ങനെ വെക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്തായാലും ഇഷ്ടപ്പെടും. ഗീത എക്സ്പ്ലെയിൻസ് ദാറ്റ് ഇൻ ദ പാസ്റ്റ് ദ സ്റ്റേജ് വാസ് എ വുഡൻ പ്ലാറ്റ്ഫോം കൺസ്ട്രക്റ്റഡ് ഓൺ ടോപ്പ് ഓഫ് വുഡൻ ബാരൽസ്. മെയിനായിട്ട് വുഡൻ പ്ലാറ്റ്ഫോമാണ് ഉണ്ടാവുക, മരം കൊണ്ടുള്ള സ്റ്റേജുകളായിരിക്കും ഉണ്ടാവുക. ദ പെർഫോമേഴ്സ് വിഗറസ് ഫുഡ് വർക്ക് വുഡ് ക്രിയേറ്റ് എ ബൂമിങ് സൗണ്ട് ആസ് ദ സ്റ്റെപ്ഡ് ഹാർഡ് ഓൺ ദി വുഡൻ സ്റ്റേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ കാല് ഉറച്ച് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് അതിൻ്റെ സൗണ്ട് നന്നായിട്ട് പുറത്തേക്ക് കേൾക്കും. ഈ മരത്തിൻ്റെ സാധനമില്ല, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് സൗണ്ട് കേൾക്കും. ദ പ്ലേസ് ഹാവ് ബീൻ അബ്രിഡ്ജ്ഡ് ടു 3 hours ഓഫ് മോഡേൺ ഓഡിയൻസസ്. ഓൾദോ ഗീത റിമെമ്പേഴ്സ് വാച്ചിങ് ആൻ ആക്ട് ദാറ്റ് സ്ട്രെച്ച്ഡ് ഓവർ ദ നൈറ്റ് ഫോർ 8 hours in 2018. ഇപ്പോൾ അത് ചെറിയ മണിക്കൂറുകളായിട്ട് 3 മണിക്കൂറൊക്കെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഈ ഒരു ചവിട്ടുനാടകത്തിൻ്റെ ഒരു എന്താ പറയുക ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ അത് ഇപ്പോൾ ഗീത പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 8 മണിക്കൂറോളം ആ ഒരു നൈറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ചവിട്ടുനാടകം നടന്നിട്ടുള്ളതൊക്കെ കണ്ടിട്ടുള്ളതിൻ്റെ എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട്. റോയ് സേസ് ദാറ്റ് എഫേർട്സ് ആർ ഓൺ ടു broaden the theme of the plays to make it relevant to the age we live in and enlarge the repertoire of ചവിട്ടുനാടകം. അപ്പോൾ അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എഫേർട്ടുകൾ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള അപ്പോഴേക്കും ആ ഒരു സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സമൂഹത്തിന് മനസ്സിലാവുന്ന തരത്തിലുള്ള കഥകൾ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന ആളുകൾക്ക് അതിലൊന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ പാകത്തിന് ഈ പറയുന്ന പോലെ കഥകളിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. The Chuvadi festival from December 26 to 31, which began at Gothurth, had to be postponed last year because of the COVID-19 pandemic. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ ഇത് വിട്ടുപോയത്. The government's encouragement has given us many stages
ഗവൺമെൻറ്റിൻ്റെ എൻകറേജ്മെൻറ്റ് അതിപ്പോൾ പല തരത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കലോത്സവങ്ങളിൽ ആഡ് ഇതുപോലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ പല പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എൻകറേജ്മെൻറ്റ് തീർച്ചയായിട്ടും അവർക്ക് നല്ല സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. ന്യൂ പ്ലേസ് ആർ ഇൻ മലയാളം ആസ് ഇറ്റ് വുഡ് ബി ഡിഫിക്കൾട്ട് ഫോർ ഓഡിയൻസസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ഓൾ ദ പ്ലേസ്. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഒരുപാട് പുതിയ പ്ലേസ് മലയാളത്തിൽ വന്നിട്ടുണ്ട്. കാരണം പഴയ കഥകളുടെ ഭാഷയും അതേപോലെ തന്നെ അവരുടെ കഥയൊക്കെ മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒറിജിനൽ അതിൻ്റെ ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കിപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു തീം നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ വലിയ ഭാഷയിലൊക്കെ നമ്മൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. The Chuvadi festival from December 26 to 31, which began at Gothurith, had to be postponed last year because of the COVID-19 pandemic. ചുവടി ഫെസ്റ്റിവൽ ഡിസംബറിൽ നടക്കേണ്ടത് ചവിട്ട് നാടകത്തിൻ്റെ ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ. അപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം എന്താ പറയുക COVID-19 സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് റോ ഈസ് അപ്ബീറ്റ് വെൻ ഹി സീസ് ദാറ്റ് ദ പ്ലേ ഈസ് റീച്ചിങ് സിറ്റീസ് ആൻഡ് ഇസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദി കോസ്റ്റ് ബെൽറ്റ്. പക്ഷേ അദ്ദേഹം റോ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി മുന്നേ തീരപ്രദേശങ്ങളിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നതാണെങ്കിൽ ഇപ്പോൾ അത് സിറ്റികളിലേക്കൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. വൺസ് സ്റ്റാമ്പിംഗ് ഗ്രൗണ്ട് ഓഫ് ദി ചവിട്ട് നാടകം ആക്ടേഴ്സ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ആളുകളുടെ ഈ ചവിട്ട് നാടകത്തിൻ്റെ ഒരു എഫേർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മുന്നത്തെ ഒരു ഭാഗങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൽ മാത്രം അടഞ്ഞു നിന്നിരുന്ന ആ ഒരു എന്താ പറയുക കലാരൂപം ഇപ്പോൾ എന്താ പറയുക സ്കൂളുകളുടെ സ്റ്റേജുകളിലേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ പൊതു പരിപാടികളിലേക്ക് ആയിക്കോട്ടെ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്.